ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രൊയേഷ്യയിൽ ഏതാണ്ട് സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു വെതർ വന്നുകൊണ്ട് വന്നപ്പോഴാണ് ക്രൊയേഷ്യയിൽ മഞ്ഞ് വീണത് വീണ്ടും. അങ്ങനെ വീണ്ടും നമ്മൾ ചെറുതായിട്ടൊരു വിൻ്ററിൻ്റെ രീതിയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉടനെ തിരിച്ചു വരും. എനിവേസ്, നമുക്കിന്ന് ബാഗ് പാക്ക് ചെയ്യാം ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പോൾ ഡെലിവറിക്ക് പോകുമ്പം ക്രൊയേഷ്യയിലെ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് ആവശ്യം ഉള്ളത് എന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ആരെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാൻ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു സഞ്ചിയിൽ നമുക്ക് ആവശ്യമുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് ഞാൻ ഈ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ നെക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനവും കൂടി കരുതുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി ഈ ഒരു ഷോളും കൂടി ഞാൻ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷേ എങ്കിൽ ഞാനിത് എടുക്കുന്നുണ്ട് ബിക്കോസ് സം മെമ്മറീസ്. അതവിടെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് ഒരു ഡ്രസ്സിങ് ഗൗണാണ്. അത് ജസ്റ്റ് ഒരെണ്ണം എടുക്കുന്നുള്ളൂ, ബിക്കോസ് ഇനിയിപ്പോൾ എന്തായാലും 2-3 ദിവസത്തിനകത്ത് വെയിലൊക്കെ ആകും എന്നാണ് പ്രതീക്ഷ. ഇനി ഞാൻ 5 സെറ്റ് സോക്സ് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എൻ്റെ ടവൽസാണ്. 2 ടവൽ ഞാൻ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള സാനിറ്ററി ടവൽസാണ്. ഞാനിത് DME എന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. 8 യൂറോയ്ക്ക് 30 പീസായിരുന്നു. വളരെ ലാഭമുള്ള ഒരു പാക്ക് തന്നെയാണിത്. സോ അതും നമ്മൾ വെച്ചു. നെക്സ്റ്റ് ഈ ഒരു ചപ്പലാണ്. 80 സെൻറ്റേ ഉള്ളൂ ഓഫർ ഡിസ്മേൽ വീട്ടിനകത്തിടുന്ന ചപ്പൽ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രസ്റ്റ് പാഡ് വേണം, അതുപോലെ വെറ്റ് ടിഷ്യൂസ് വേണം. അറിയാലോ ഇവിടുത്തെ കാര്യം, വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് കാരണം വെറ്റ് ടിഷ്യൂ മസ്റ്റാണ്. അതുപോലെ അല്ലാത്തൊരു ടിഷ്യൂൻ്റെ ബോക്സും കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പെട്ടിയിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ബേബിയുടെ വെറ്റ് വൈപ്സ്. ഓക്കെ, അടുത്തതായി ഡ്രസ്സാണ്. ഞാൻ 5 പെയർ ഓഫ് ഡ്രസ്സാണ് എടുക്കുന്നത്. എല്ലാം ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി മോഡൽ ഡ്രസ്സാണ്. സോ 1, 2 മൈ പൈജാമ സെറ്റ്, അഗെയിൻ നൈറ്റി, അഗെയിൻ അങ്ങനെ ഞാൻ 5 സെറ്റാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോയ്ലറ്ററി ഐറ്റംസാണ്. ഞാൻ കുറച്ച് ഹെയർ ബാൻഡ്സ്, അതുപോലെ നമ്മുടെ റോളറ്, പേസ്റ്റ്, ഷവർ ജെല്ല്, ബ്രഷ്, കുറച്ച് ടിഷ്യൂസ്, ചെറിയൊരു ക്രീം, ഒരു സ്പോഞ്ച് കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോകാൻ ടൈമിൽ ഞാൻ മേക്കപ്പ് ഐറ്റംസ് എടുക്കും. വലിയ മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്കോ ക്രീമോ അങ്ങനെ എന്തെങ്കിലും. അതുപോലെ ഇതിനകത്ത് ഞാൻ തിരിച്ച് വരുമ്പോൾ ഡിസ്ചാർജ് ആകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഹാൻഡ് സാനിറ്റൈസർ. മസ്റ്റായിട്ട് സാനിറ്റൈസർ കൊണ്ടുപോവുക. ആൻഡ് ഓൾസോ ഫയൽ റെഡിയാക്കി വയ്ക്കുക. എല്ലാ ഡോക്യുമെൻറ്റ്സും, ഇതുവരെയുള്ള എല്ലാ റെക്കോർഡ്സും പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ ഫയലിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ഇത് കൂടാതെ ഒരു ബാത്റൂം ചപ്പലും കൂടി നിങ്ങൾ കരുതണം കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി. ഇനി ബേബിക്ക് ഈ ഒരു കാർ സീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ബേബിക്ക് ആവശ്യമുള്ള ഒരു സാധനവും നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടില്ല. നമ്മൾ എപ്പോഴാണോ ഡിസ്ചാർജ് ആവുന്നത് അപ്പോഴും നമ്മുടെ ഹസ്ബൻഡ് ബേബിക്ക് ആവശ്യമുള്ള ഈ കാർ സീറ്റ്, അതുപോലെ 1 പെയർ ഓഫ് ഡ്രസ്സ്, വീട്ടിലേക്ക് ഇട്ടുകൊണ്ട് വരാൻ ആവശ്യമുള്ള ഒരു ഡ്രസ്സ് മാത്രം കൊണ്ടുവന്നാൽ മതി. നമ്മൾ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നോ അത്രയും ദിവസവും നമ്മുടെ കാര്യവും ബേബിയുടെ കാര്യവും എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത് അവിടുത്തെ നേഴ്സുമാരായിരിക്കും. നമുക്ക് ബൈസ്റ്റാൻഡറുടെ ആവശ്യവുമില്ല. അതുപോലെ നമുക്ക് ആ ഒരു ടൈമിൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ ബേബിയെ നോക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ നമുക്ക് ഫുഡെല്ലാം ഹോസ്പിറ്റലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ആ ഒരു സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് വിശപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് കരുതുക എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ നിങ്ങളുടെ ഹെഡ്സെറ്റ്, ചാർജർ തുടങ്ങിയ കാര്യങ്ങൾ എടുക്കാൻ മറക്കണ്ട. ബിക്കോസ് ഹോസ്പിറ്റൽ ഡേയ്സ് എന്ന് പറയുന്നത് നല്ലപോലെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള ദിവസങ്ങളായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.